നമസ്കാരം. പുലികൾ ഇറങ്ങുന്നു, പോലീസിൽ പുതിയ കളികൾ. അജിത് കുമാറിനെ ചട്ടിയിലാക്കും, PD വീണു കഴിഞ്ഞു. കേരള പോലീസിന്റെ തലപ്പത്ത് വലിയ അഴിച്ചുപണികൾക്കും നാടകീയ നീക്കങ്ങൾക്കും വഴിയൊരുങ്ങുകയാണ്. പിണറായി സർക്കാരിന്റെ കാലത്തെ വിശ്വസ്തനായിരുന്ന ഉദ്യോഗസ്ഥരെയൊക്കെ ഒതുക്കി പിണറായിയുടെ കണ്ണിൽ കരടായി മാറിയവരെ സുപ്രധാന പദവികളിലേക്ക് കൊണ്ടുവന്ന നിർണായക മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുകയാണ് VD സതീശൻ സർക്കാർ. സർക്കാരിന്റെ വിശ്വസ്തരായ ഉദ്യോഗസ്ഥരെ പ്രധാന കസേരകളിൽ പ്രതിഷ്ഠിക്കാനും കടുത്ത വിവാദങ്ങളിൽപ്പെട്ടവരെ വെട്ടിനിരത്താനുമുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പിൽ നടക്കുന്നത്. CPM-കാരുടെ കണ്ണിൽ കരടായി കഴിഞ്ഞ 10 വർഷത്തോളമായി അപ്രധാന തസ്തികകളിൽ ജോലി ചെയ്യേണ്ടി വന്നവർക്കും നിർണായക തസ്തികകൾ നൽകാനാണ് ഇപ്പോഴത്തെ VD സതീശൻ സർക്കാരിന്റെ നീക്കം. IPS-ൽ നിർണായകമായിട്ടുള്ള മാറ്റങ്ങൾക്കാണ് ഇപ്പോൾ വഴിയൊരുങ്ങാൻ പോകുന്നത്. ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിരുന്ന MR അജിത് കുമാറിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് കമ്മീഷണർ പദവികളിലും DGP റാങ്കുകളിലും വലിയ മാറ്റങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. വിവാദങ്ങളും കടുത്ത കേസുകളും കൈകാര്യം ചെയ്ത രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ സ്വാധീനമുള്ള SP ഷൗക്കത്ത് അലിയെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറാക്കാൻ സർക്കാരിൽ കനത്ത ആലോചന നടക്കുന്നുണ്ട്. തലസ്ഥാനത്തെ ക്രമസമാധാന നില പൂർണ്ണമായി തങ്ങളുടെ കൺട്രോളിൽ നിർത്താൻ വിശ്വസ്തനായ ഒരു ഉദ്യോഗസ്ഥൻ വേണമെന്ന നിലപാടിലാണ് ഷൗക്കത്ത് അലിയെ നിയമിക്കുന്നതിന്. TP ചന്ദ്രശേഖരൻ വധക്കേസ് അന്വേഷിച്ച AP ഷൗക്കത്ത് അലി നിലവിൽ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP ആണ്. അദ്ദേഹമാണ് മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അടക്കം ഉൾപ്പെട്ട രക്ഷാപ്രവർത്തന കേസ് വീണ്ടും ഇപ്പോൾ അന്വേഷിക്കുന്നത്. അതേസമയം മുൻപ് സസ്പെൻഷനിലാവുകയും പിന്നീട് ശക്തമായി തിരിച്ചുവരികയും ചെയ്ത IGP വിജയനെ സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള പ്രധാന പദവിയിലേക്ക് കൊണ്ടുവരുവാനും നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ക്രമസമാധാനം, ഇന്റലിജൻസ്, ക്രൈംബ്രാഞ്ച്, ജയിൽ, പോലീസ് ആസ്ഥാനത്തിന്റെ ചുമതല തുടങ്ങിയവയാണ് ADGP റാങ്കിൽ ഉള്ളവർ വഹിക്കുന്ന തന്ത്രപ്രധാനമായിട്ടുള്ള തസ്തികകൾ എന്ന് പറയപ്പെടുന്നത്. ഇതിൽ ക്രമസമാധാനവും ക്രൈംബ്രാഞ്ചും നിലവിൽ H വെങ്കടേഷാണ് വഹിക്കുന്നത്. വെങ്കടേഷിനെ മാറ്റി പകരം അവിടെ വിജയനെ നിയമിക്കുവാനാണ് നീക്കം നടക്കുന്നത്. സർക്കാരിനുള്ളിലെ ചില തർക്കങ്ങൾ പരിഹരിച്ച് വിജയനെ പ്രധാന ധാരയിലേക്ക് കൊണ്ടുവരുന്നത് പോലീസിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നിലവിൽ വിജിലൻസ് മേധാവിയായിട്ടുള്ള മനോജ് എബ്രഹാം ആ പദവിയിൽ തന്നെ തുടർന്നേക്കും. വിജിലൻസിലെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ സർക്കാരിന് പൂർണ്ണ തൃപ്തി ഉള്ളതിനാലാണ് ഈ തീരുമാനം. അതേസമയം പോലീസ് ആസ്ഥാനത്തെ ഏറ്റവും ഞെട്ടിക്കുന്ന നീക്കം DGP റാങ്കിലേക്കുള്ള പ്രൊമോഷനുമായി ബന്ധപ്പെട്ടാണ് നടക്കുന്നത്. കേന്ദ്ര ഡെപ്യൂട്ടേഷൻ കഴിഞ്ഞ് മടങ്ങിയെത്തിയ DGP നിതിൻ അഗർവാൾ സർവീസിൽ നിന്നും രാജിവെക്കാൻ ഒരുങ്ങുന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അങ്ങനെയെങ്കിൽ ഒഴിഞ്ഞു കിടക്കുന്ന DGP പദവിയിലേക്ക് സീനിയോറിറ്റി അനുസരിച്ച് എത്തേണ്ടത് വിവാദ നായകനായിട്ടുള്ള MR അജിത് കുമാറാണ്. എന്നാൽ മുൻപ് ഉയർന്നു വന്ന കടുത്ത രാഷ്ട്രീയ വിവാദങ്ങളുടെയും ഒപ്പം തന്നെ അന്വേഷണ റിപ്പോർട്ടുകളുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ അജിത് കുമാറിന് DGP ആയി പ്രൊമോഷൻ നൽകാൻ സർക്കാരിന് ഒട്ടും തന്നെ താല്പര്യമില്ല എന്നുള്ളതാണ്. പ്രൊമോഷൻ നൽകിയാൽ അത് വലിയ രാഷ്ട്രീയ ആയുധമായി പ്രതിപക്ഷം ഉപയോഗിക്കും. അതിനാൽ തന്നെ നിതിൻ അഗർവാൾ രാജിവെക്കുന്ന മുറയ്ക്ക് അജിത് കുമാറിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യുവാനോ അല്ലെങ്കിൽ വകുപ്പ് തല അന്വേഷണം ചൂണ്ടിക്കാട്ടി പ്രൊമോഷൻ തടഞ്ഞു വെക്കാനുള്ള നിയമോപദേശമാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് തേടുന്നത്. ഇത് സംബന്ധിച്ചുള്ള അന്തിമ ഫയലുകൾ മുഖ്യമന്ത്രിയുടെ പരിഗണനയിലുമാണ്. അതേസമയം രക്ഷാപ്രവർത്തനം കേസിൽ ഉൾപ്പെട്ട പ്രതികളെ രക്ഷിക്കാൻ വഴിവിട്ട് ഇടപെട്ടു എന്ന് തെളിഞ്ഞാൽ അജിത്തിനെതിരെ വകുപ്പ് തല നടപടി തന്നെ വന്നേക്കാം. ഇക്കാര്യത്തിൽ അജിത് കുമാറിന് സസ്പെൻഷൻ ഉറപ്പാണെന്നാണ് പോലീസ് വകുപ്പിൽ നിന്നും തന്നെ ലഭിക്കുന്ന സൂചനകൾ എന്ന് പറയപ്പെടുന്നത്. ബെവ്കോ CMD സ്ഥാനം വഹിക്കുന്ന ADGP MR അജിത് കുമാറിനെ മാറ്റി പുതിയ ഉദ്യോഗസ്ഥൻ വരണമെന്ന താല്പര്യം എക്സൈസ് മന്ത്രി M ലജുവിന് ഇപ്പോൾ തന്നെ ഉണ്ട്. ഇക്കാര്യം അദ്ദേഹം ഉന്നയിച്ചു കഴിയുകയും ചെയ്തു. അജിത്ത് കഴിഞ്ഞാൽ ADGP-മാരിൽ സീനിയർ പോലീസ് ആസ്ഥാനത്തിന്റെ ചുമതല വഹിക്കുന്ന S ശ്രീജിത്താണ്. അടുത്ത വർഷം ജൂലൈയിൽ റവാഡ ചന്ദ്രശേഖർ വിരമിക്കുമ്പോൾ DGP റാങ്കുള്ള യോഗേഷ് ഗുപ്ത, മനോജ് എബ്രഹാം എന്നിവരടക്കം 3 പേരിൽ നിന്നാകും പുതിയ പോലീസ് മേധാവിയെ കണ്ടെത്തുക. അജിത് കുമാർ DGP റാങ്കിൽ എത്തിയാൽ അദ്ദേഹത്തെയും പരിഗണിക്കും. മനോജ് എബ്രഹാമിനെ നിലവിലെ തസ്തികയായിട്ടുള്ള വിജിലൻസിൽ തന്നെ തുടരാനാണ് സാധ്യത എന്ന് പറയുന്നത്. LDF സർക്കാരിന്റെ കാലത്ത് നിയമിച്ച പദവികളിലാണ് ഭൂരിപക്ഷം ഉദ്യോഗസ്ഥരും ഇപ്പോഴും എന്നുള്ളതിനാൽ പുതിയ സർക്കാരിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഉദ്യോഗസ്ഥ രംഗം മാറ്റുകയാണ് ലക്ഷ്യം. എങ്കിലേ ഭരണം സുഗമമായി കൊണ്ടുപോകാൻ സാധിക്കൂ എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അഴിച്ചുപണിക്ക് മുന്നോടിയായിട്ട് മുഖ്യമന്ത്രി VD സതീശൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുമായിട്ട് ചർച്ചകൾ നടത്തുന്നുണ്ട്. IPS തസ്തികകൾക്ക് പുറമെ IAS തലപ്പത്തും വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. ഒപ്പം തന്നെ ചീഫ് സെക്രട്ടറി ജയ്തിലക് വിരമിക്കുന്ന മുറയ്ക്ക് ഉദ്യോഗസ്ഥ തലത്തിലും സമ്പൂർണ്ണ അഴിച്ചുപണിയാണ് നടക്കാൻ പോകുന്നത്. തലസ്ഥാനം ഭരിക്കാൻ പോലീസ് സിംഗം തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഷൗക്കത്ത് അലി എത്തുമെന്ന് തന്നെയാണ് സൂചനകൾ വരുന്നത്. ഇത് CPM-കാർ അത്രയ്ക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. കാരണം CPM-ന്റെ കണ്ണിലെ കരടായിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് ഈ ഷൗക്കത്ത് അലി എന്ന് പറയപ്പെടുന്നത്. 2023 അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രയ്ക്കിടെ KS യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഗൺമാൻ മർദ്ദിച്ച കേസ്, ആ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന്റെ അന്വേഷണം UDF സർക്കാർ പ്രത്യേക സംഘത്തെ പ്രഖ്യാപിച്ചതോടെ കേരളത്തിന്റെ ശ്രദ്ധ മുഴുവൻ ആ സംഘത്തിന്റെ തലവനായിട്ടുള്ള ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP
AP ഷൗക്കത്ത് അലിയിലേക്ക് തിരിഞ്ഞിരുന്നു. രാഷ്ട്രീയ കോളിളക്കമുണ്ടാക്കിയ പല കേസുകളിലും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളിലൂടെ കേരള പോലീസിലെ സിംഗം എന്ന് പേരെടുത്ത ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം. അതുകൊണ്ട് തന്നെ കേരള പോലീസിലും ദേശീയ അന്വേഷണ ഏജൻസിയിലും തിളക്കമാർന്ന റെക്കോർഡുള്ള ഷൗക്കത്ത് അലിയുടെ ചരിത്രം അത് ചർച്ചയാകാൻ കൃത്യമായിട്ടുള്ള കാരണങ്ങളുണ്ട്. 1995 1-ാം റാങ്കോടെ കേരള പോലീസിൽ സബ് ഇൻസ്പെക്ടറായി കരിയർ ആരംഭിച്ച ഷൗക്കത്ത് അലി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അന്വേഷണ മികവിനുള്ള പുരസ്കാരം നേടിയ മിടുമിടുക്കനായ ഉദ്യോഗസ്ഥനാണ്. NIA ഭീകരവാദ വിരുദ്ധ ഓപ്പറേഷൻ സ്പെഷ്യലിസ്റ്റ് ആയിട്ടാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് പോലും. ഇവിടെ ഈ തലശ്ശേരി DYSP ആയിരുന്ന സമയത്താണ് TP വധക്കേസ് അന്വേഷിച്ച സംഘത്തിൽ ഷൗക്കത്ത് അലി ഇടം പിടിക്കുന്നത്. കൊടിസുനി, ഷാഫി, കൃമാണി മനോജ് എന്നീ ക്രിമിനലുകളെയും CPM നേതാക്കളായിട്ടുള്ള ഈ PK കുഞ്ഞനന്ദനെയും വിജയകരമായിട്ട് അകത്താക്കിയത് ഷൗക്കത്ത് അലിയാണ്. കേസിന്റെ സൂത്രധാരൻ നിന്ന് ആരോപണം വരുന്ന അന്നത്തെ CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനെ നട റോഡിൽ കാറ് തടഞ്ഞു നിർത്തി അറസ്റ്റ് ചെയ്തത് വലിയ വാർത്തയാവുകയും ചെയ്തിരുന്നു. നയതന്ത്ര ചാനൽ വഴിയുള്ള സ്വർണ്ണക്കടത്ത് കേസിന്റെ ചുമതല ഏറ്റെടുത്ത് വെറും 24 മണിക്കൂറിനുള്ളിൽ മുഖ്യപ്രതികളായിട്ടുള്ള സ്വപ്ന സുരേഷിനെയും സന്ദീപിനെയും ബംഗളൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്യുവാൻ ഷൗക്കത്ത് അലിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. 2014 NIA-യിലെത്തിയ അദ്ദേഹം പ്രശസ്തമായ കനകമല്ല ISISI കേസ്, തമിഴ്നാട്ടിലെ വിവിധ ഭീകരവാദ കേസുകൾ എന്നിവയൊക്കെ അന്വേഷിച്ചു. പാരീസ് ഭീകരാക്രമണ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഫ്രഞ്ച് അന്വേഷണ ഏജൻസികളുമായിട്ട് ചേർന്നും ഷൗക്കത്ത് അലി പ്രവർത്തിച്ചിട്ടുണ്ട്. ആ ഷൗക്കത്ത് അലിയാണ് തിരുവനന്തപുരത്തിന്റെ കമ്മീഷണറായിട്ട് കൊണ്ടുവരുവാൻ UDF സർക്കാർ ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെ പുലികളും സിംഹങ്ങളും ഒക്കെ തിരുവനന്തപുരത്ത് പോലീസിൽ തന്നെ ഇറങ്ങുകയാണ്. പോലീസിലെ പുതിയ കളികൾ ആരംഭിക്കുകയാണ്. MR അജിത് കുമാറിനെ ചവിട്ടി ചട്ടിയിലാക്കും, അദ്ദേഹത്തിന് പിടി വീണ് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ പറയുന്ന പദവികളിലേക്ക് DGP അടക്കമുള്ള പദവികളിലേക്ക് എത്തുവാൻ അജിത് കുമാറിന് കഴിയുമോ, അതോ സസ്പെൻഷനിലായി വീട്ടിലിരിക്കുമോ എന്ന് കണ്ടറിയാം. 5th ആനന്ദ് TV ഫിലിം അവാർഡ്സ് ജൂൺ 13 അപ്പോളോ മാഞ്ചസ്റ്ററിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് ആൻഡ് ടിക്കറ്റ്സ് കോൾ 020-8548-4897.